എൻ്റെ പേര് ഗോപിക. ഞാൻ ശ്രീകൃഷ്ണപുരം VTB കോളേജിലാണ് ഡിഗ്രി കഴിഞ്ഞത്. പാലക്കാടാണ് സ്വദേശം. 10 വർഷമായി ഞാൻ UG BSc മാത്സ് കംപ്ലീറ്റ് ചെയ്തിട്ട്. അതിനുശേഷം BEdന് ചേർന്നു. പിന്നെ കുറച്ചു കാലം വർക്കിംഗ് ആയിരുന്നു. പ്രൈവറ്റ് സ്കൂളിലും പബ്ലിക് സ്കൂളിലും മാറി മാറി ഡെയിലി വേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 1.5 വയസ്സുള്ള കുഞ്ഞുണ്ട്. ഞാൻ PG എന്നുള്ളത് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെ PG ചെയ്യാം. കാരണം PG എനിക്ക് ഒരു പ്രമോഷൻ എന്നതിലുപരി വേറൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു ജോലിയിൽ കയറിയതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് തന്നെ PG ചെയ്യുക എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. അപ്പോൾ കുഞ്ഞൊക്കെ ആയപ്പോൾ എനിക്ക് എന്തായാലും സ്കൂളിലൊന്നും പോകാൻ പറ്റാതെയായി. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് RRBയും PSC ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 എക്സാംസും 1 മാർക്ക് 2 മാർക്ക് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, എന്തായാലും PSCക്ക് പ്രിപ്പറേഷൻ കുറവാണ്, കാരണം മകളുണ്ട്. അപ്പോൾ ഓൾറെഡി ലൈഫ് ഫുള്ളി പാക്ഡ് ആണ് ഭയങ്കരമായിട്ട്. അതായത് ഞാൻ ഒരു സ്റ്റേജ് പെർഫോമർ കൂടിയാണ്. RRB ആണ് ഇപ്പോൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. RRBയുടെ കൂടെ സ്റ്റേജ് പെർഫോമൻസും പിന്നെ മോളും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടിയിട്ട് എനിക്ക് ടൈം ശരിക്ക് ഒന്നിനും തികയാത്ത അവസ്ഥയാണ്. പിന്നെ ഞാൻ കരുതി ഓക്കെ, എന്തായാലും ഇനിയും ഞാൻ PG ചെയ്യാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മോളും സ്കൂളിലോട്ട് പോയി തുടങ്ങും. അപ്പോൾ മോള് സ്കൂളിലോട്ട് പോകുമ്പോൾ അവളെ പഠിപ്പിക്കാനുള്ള കാര്യത്തിൻ്റെ ഇടയിൽ എനിക്ക് PG ഒരിക്കലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ലെറ്റ് മീ ഡു ദിസ് നൗ. ആ ഒരു ഇതിലാണ് ചേർന്നത്. അപ്പോൾ ഞാൻ കുറേ പേരോട് അന്വേഷിച്ചു. അപ്പോൾ പലരും പല യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞു. അതിൽ നിന്നൊക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും ഞാൻ ഇതിന് മെനക്കെടണം, PGക്ക് ചെയ്യാൻ മെനക്കെടണം. അപ്പോൾ പിന്നെ വൈ ഷുഡ്ന്റ് ഐ ഡു ഫ്രം ദ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് എന്ന് പറയാം അല്ലേ. ഒന്നാമത് ഇഗ്നൂവിൽ PG ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലായിടത്തും വാലിഡ് ആണ്. മറ്റേ യൂണിവേഴ്സിറ്റി ഒക്കെ ആകുമ്പോൾ നമ്മൾ അഫിലിയേഷൻസ് പലതും പിന്നെയും സർട്ടിഫിക്കറ്റ്സ് വാങ്ങിക്കാനായിട്ട് നടക്കണം. ഇഗ്നു ആകുമ്പോൾ നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഇഗ്നുവിൽ ചേരാം എന്ന് വിചാരിച്ചു. പക്ഷെ 10 വർഷത്തിന് ശേഷം PGക്ക് ചേരുക എന്ന് പറയുന്നത് അത് തന്നെ എനിക്കൊരു ടാസ്ക്കാണ്. കാരണം ഒന്നും എനിക്ക് ഓർമ്മയിലില്ല. അപ്പോൾ ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പില്ലാതെ എനിക്കിത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലേൺ വൈസിൽ ചേർന്നത്. ലേൺ വൈസിൽ എനിക്ക് ഷംഷീറ മാമാണ് മെൻറ്ററായിട്ടുള്ളത്. മാമിൻ്റെ ഒരു നേച്ചർ എന്താണെന്ന് വെച്ചാൽ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് മാം സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ തിരക്കുള്ള ഒരാളാണ്, എനിക്ക് 10 വർഷമായി എന്നുള്ളത് മാമിന് അറിയാം. അപ്പം ഞാൻ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഒരു കൊച്ചു കുഞ്ഞിനെ പഠിപ്പിക്കുന്ന പോലെ ഞാൻ ചോദിക്കുന്ന പോലെ എനിക്ക് എന്താണോ ക്ലാരിറ്റി വേണ്ടത് അത് കൃത്യമായിട്ട് എനിക്ക് മാം ഇരുത്തി പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഞങ്ങൾ വെവ്വേറെ. ഞാൻ തൊട്ടിപ്പുറത്ത് ഇരുന്നിട്ട് മാം പറഞ്ഞു തരുന്ന പോലെയാണ് പേപ്പറിൽ അത് എഴുതി അതിൻ്റെ ഓഡിയോയും കൂടി കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നത്. സോ ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ലേൺ വൈസ് ഓപ്റ്റ് ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അത് കഴിഞ്ഞ് മെയിൻ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PG അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിലുപരി ലേൺ വൈസ് ഒരു ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ്, ഈച്ച് സ്റ്റുഡൻറ്റ് അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതെന്നെ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്ത ഒരു കാര്യമാണ്. ലേൺ വൈസ് എന്ന് പറയുന്ന ഒരു ആപ്പ് മെയിൻലി ചൂസ് ചെയ്യാൻ കാരണം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടാണ് ലേൺ വൈസ് ചൂസ് ചെയ്തത്. അപ്പോൾ അതിൽ ഒരു കുട്ടിയുടെ മൊത്തം ഇമ്പ്രൂവ്മെൻറ്റ് എൻറിച്ച്മെൻറ്റും അവർ ഫോക്കസ് ചെയ്യുന്നുള്ളത് എനിക്ക് ഭയങ്കര ഫാൻറ്റസി ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. കാരണം ഒരു ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഇത്രയും ബെറ്ററായിട്ട് ഇത്രയും ബെസ്റ്റായിട്ട് ചെയ്യുന്നു എന്നുള്ളത്. സോ PG ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ടാസ്കിലുപരി ഇപ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആണ് ഞാൻ ലേൺ വൈസ് എടുത്തതിന് ശേഷം. ഇനി ഈ PG വെച്ചിട്ട് എനിക്ക് കുറച്ചും കൂടി ഹയർ പോസ്റ്റിലോട്ട് എക്സാംസിന് അപ്ലൈ ചെയ്യാം. അതേപോലെ ഈവൻ നമ്മുടെ നാട്ടിന് വെളിയിലാണെങ്കിൽ പോലും ഫോറിൻ കൺട്രീസിൽ പോലും PG ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. സോ PG എന്തായാലും ഞാനിപ്പോൾ ചെയ്യാം എന്നുള്ളത് തന്നെ തീരുമാനിച്ചു. ആൻഡ് താങ്ക് യു ലേൺ വൈസ് ആൻഡ് താങ്ക് യു ഷംഷീറ മാം ഫോർ ഹെൽപ്പിംഗ് മീ ടു സ്റ്റെപ്പിംഗ് ഇൻ ടു മൈ ഫസ്റ്റ് മൈൽസ്റ്റോൺ. സോ താങ്ക് യു.